നിങ്ങളുടെ പങ്കാളിയുടെ കറന്റ് ഫീലിങ്സിലേക്കാണ് പോകുന്നത്. വേറൊന്നും നമ്മൾ നോക്കുന്നില്ല, അവരുടെ എനർജി തന്നെയാണ് നോക്കുന്നത്. എന്നാൽ തേർഡ് പാർട്ടിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വല്ലതും വന്നാൽ ഞാനിവിടെ പറയും. അതിനു മുമ്പ് ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ മാത്രം കാര്യം അറിയണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇന്ന് നവരാത്രിയുടെ 5ാം ദിവസമാണ്. ഒരു അമ്മയുടെ മനസ്സോടുകൂടി ഇരിക്കുന്ന ദുർഗാദേവിയാണ് നമ്മൾ കാണുന്നത്. സിംഹാസനസ്ഥയാണെങ്കിലും മടിയിലിരിക്കുന്നത് സുബ്രഹ്മണ്യനാണ്, ബാലമുരുകൻ. അത് പാർവതീദേവിയല്ല സുബ്രഹ്മണ്യനെ താലോലിച്ച ആദ്യത്തെ ദേവി. ആ കഥയൊന്നും ഞാനിവിടെ പറയുന്നില്ല. എന്തായാലും ഈ രൂപത്തിനെയാണ് നമ്മൾ 5ാമത്തെ ദിവസം ആരാധിക്കുന്നത്. അമ്മയെ സ്കന്ദമാത എന്നാണ് ഈ ദേവിയുടെ രൂപത്തിനെ നമ്മൾ വിളിക്കുന്ന പേര്. അപ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിൽ സന്താനങ്ങൾ ഉണ്ടാവാൻ ഈ ദേവിയാണ് ഉപാസിക്കേണ്ടത്. സമ്പത്ത് ഉണ്ടാവാൻ ഈ ദേവിയാണ് ഉപാസിക്കേണ്ടത്. ചൊവ്വാദോഷമൊക്കെ ഉണ്ട്, കല്യാണം നടക്കുന്നില്ലെങ്കിൽ ഈ ദേവിയെ ആണ് ഉപാസിക്കേണ്ടത്. വിവാഹ തടസ്സങ്ങളൊക്കെ മാറാൻ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ചുവന്ന പൂക്കളാണ്. തെച്ചിപ്പൂവാവാം, ചെമ്പരത്തിപ്പൂവാവാം, ചുവന്ന താമരപ്പൂവാവാം, ചുവന്ന അരളി, അങ്ങനെയുള്ള ചുവന്ന പൂക്കളോടാണ് ദേവിക്ക് താല്പര്യം. അപ്പം ചുവന്ന പൂക്കൾ കൊണ്ട് ആരാധിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് അവരുടെ എനർജി, ഹെൽത്ത്, കരിയർ, പൊതുവായ ഫലങ്ങൾ, ഏഞ്ചൽ മെസ്സേജ്, എഴുതിയ മെസ്സേജ്, ഇതൊക്കെ നോക്കാം. എന്തൊക്കെയാണ് ഇന്നത്തെ മെസ്സേജുകൾ? ഏസ് ഓഫ് സോഡ്സ് ആണ് ആദ്യത്തെ കാർഡ്. കിങ് വാണ്ട്, 5 വാണ്ട്, പേജ് കപ്പ്, ഫൂൾ, 10 വാണ്ട്, ജസ്റ്റിസ്, ചാരിയറ്റ്, 3 സോഡ്സ്. ചാരിയറ്റ് വീണ്ടും വന്നു മറ്റൊരു കാർഡിൽ നിന്ന്. അപ്പം ചാരിയറ്റിന് നമ്മളോട് എന്തോ പറയാനുണ്ട്. 10 പെൻഡക്കളും വന്നു, 10 വാണ്ടും വന്നു, 6 സോഡ്സ് വന്നു. അകന്ന് പോയതായിട്ട് കാണുന്നുണ്ട്. അത്തം, രോഹിണി, തിരുവോണം, തിരുവാതിര, ചോതി, ചതയം, അശ്വതി, മകം, മൂലം, ഇതൊക്കെയാണ് ഇവിടെ നക്ഷത്രങ്ങൾ വന്നിരിക്കുന്നത്. നമ്പറുകൾ വന്നിരിക്കുന്നത് 0 വന്നിട്ടുണ്ട്, 7 2 തവണ വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്, 10 വന്നിട്ടുണ്ട്, 10 3 തവണ വന്നിട്ടുണ്ട്, 6 വന്നിട്ടുണ്ട്, 14 വന്നിട്ടുണ്ട്, 5 വന്നിട്ടുണ്ട്. 10 3 തവണയല്ല 4 തവണ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. 1 എന്നുള്ളത് 5 തവണ വന്നിട്ടുണ്ട്. 10ലെ 1 എടുക്കുകയാണെങ്കിൽ 4 തവണ 10 വന്നിട്ടുണ്ട്. 1 എന്നുള്ളതും വന്നിട്ടുണ്ട്. അപ്പോൾ 5 തവണ വരിക, റിപ്പീറ്റായി 1 എന്ന നമ്പർ വരിക. അതൊരു ഏഞ്ചൽ നമ്പർ അല്ലേ? അപ്പോൾ സാധാരണ ചില ആൾക്കാർ കൈവെള്ളയിൽ 1 1 1 എന്ന് എഴുതൂ, 2 2 എന്ന് എഴുതൂ എന്നൊക്കെ പറയും. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ അറിയാതെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു അനുഗ്രഹമായിട്ട് നിങ്ങൾ എടുക്കുന്നില്ല അല്ലേ? അനുഗ്രഹമായിട്ട് എടുക്കണം. ഇവിടെ ഏഞ്ചൽ നമ്പറാണ്. നമ്പറുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കേട്ടോ. 1 വന്നിരിക്കുന്നത്, പല വട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കാൻ ഇവിടെ ഒരു ഏഞ്ചൽ ഉണ്ട്. ചാരിയറ്റ്, രഥം എന്നാണത് പറയുക. അപ്പം ചാരിയറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്ത് ഹിന്ദു ഗോഡ് വന്നിരിക്കുന്നത് കണ്ണനാണ്. കണ്ണനാണ് അർജുനനെ തേരാളിയായി നിന്നിട്ട് മുന്നോട്ട് നയിച്ചത്. അപ്പം നിങ്ങളെ നയിക്കാൻ ഇവിടെ ഭഗവാനുണ്ട്. അതുകൊണ്ട് ഭഗവാന്റെ ഒരു ചെറിയ മന്ത്രം നമുക്കിവിടെ ചൊല്ലാം. ചെറിയ മന്ത്രമൊന്നുമല്ല, മൂലമന്ത്രം തന്നെയാണ് ഞാനിവിടെ ചൊല്ലുന്നത്. ഓം ക്ലീം കൃഷ്ണായ നമഃ. ദയവായി ഇത് നെഗറ്റീവ് മൈൻഡോടുകൂടി കേൾക്കരുത്, നെഗറ്റീവായി ഉപയോഗിക്കരുത്, ശരീരശുദ്ധി ഇല്ലാത്തപ്പോഴൊന്നും ചൊല്ലരുത്. ഇതിന് പല പ്രത്യേകതകളുണ്ട്. അത് നിങ്ങൾക്ക് വിപരീത ഫലം തരും കേട്ടോ. അപ്പം മന്ത്രം ഇവിടെ പറയുമ്പോൾ തന്നെ എനിക്ക് പേടിയുണ്ട്. ഇതെങ്ങനെ നിങ്ങൾ ഉപയോഗിക്കാമെന്ന് അറിയില്ല. മിസ്യൂസ് ചെയ്യരുത് കേട്ടോ. വളരെ ശക്തിയേറിയ മന്ത്രമാണത്. പോവാം നമുക്ക് ആദ്യത്തെ കാർഡായ ഏസ് ഓഫ് സോഡ്സിലേക്ക്. ഇപ്പം നിങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര വിഷമമായിട്ടാണ് കാണുന്നത്. വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കുപ്പിച്ചില്ല് നിറഞ്ഞ വഴിയാണല്ലോ.
ഈ കിരീടം സ്വന്തമാക്കാൻ അല്ലെങ്കിൽ ഈ പ്രണയം സ്വന്തമാക്കാൻ ഒരുപാടൊക്കെ പ്രശ്നങ്ങളാണ് കാണുന്നത്. ഈ കുപ്പിച്ചില്ല് നിറഞ്ഞ വഴി താണ്ടിയിട്ട് വേണം നിങ്ങൾക്ക് ആ കിരീടം സ്വന്തമാക്കാൻ. അതുകൊണ്ടാണ് 2 തവണ ചാരിറ്റി വന്നിരിക്കുന്നത്. നിങ്ങളെ അവിടെ എത്തിക്കാൻ ഒരാളുണ്ട്. നിങ്ങൾ വേണ്ട പോലെ പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങൾ ആരാധിക്കുന്ന ഏത് ഭഗവാനാണോ അവരെ പ്രാർത്ഥിക്കണം. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ എത്തും. കാരണം രഥമാണല്ലോ വന്നിരിക്കുന്നത്. കുപ്പിച്ചില്ല് നിറഞ്ഞൊരു വഴിയിൽ കൂടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒരു വാഹനത്തിൽ പോകണം അല്ലേ? അങ്ങനെ വാഹനത്തിൽ പോകുമ്പോൾ ഇതിൻ്റെ തടസ്സങ്ങൾ നിങ്ങൾ അറിയില്ല. നിങ്ങളുടെ കാലിൽ മുള്ളുകൊള്ളില്ല. അതിനാണ് ഇവിടെ രഥം വന്നിരിക്കുന്നത്. ആദ്യം വന്നിരിക്കുന്നത് നിങ്ങളുടെ വഴി തടസ്സമാണ്. നിങ്ങൾക്ക് ആ കിരീടം അല്ലെങ്കിൽ ആ പ്രണയം അല്ലെങ്കിൽ ആ വ്യക്തിയെ സ്വന്തമാക്കാൻ ഒരുപാട് പ്രശ്നങ്ങളാണ് എന്നാണ്. എന്നാൽ നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ കഴിയും എന്ന് 2 ചാരിയറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സ് തളർന്ന് നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി ഏഞ്ചൽ നമ്പർ ഒരുപാട് തവണയാണ് വന്നിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രണയത്തിൽ സാഫല്യമുണ്ടാവും. പക്ഷെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. 3 സോഡ്സാണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി ഉണ്ട്. അത് പ്രണയിക്കുന്ന ആൾ തന്നെയാണ്. അതാണ് 5 വാണ്ട് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് നിങ്ങളോട് മത്സരിക്കുന്ന നിങ്ങൾ പോലും അറിയാത്തൊരു വ്യക്തിയുണ്ട്. അതാണ് 5 വാണ്ട് പറയുന്നത്. എന്നാൽ ഈ വ്യക്തി അതിലേക്ക് പോകും എന്ന് ഞാൻ പറയുന്നില്ല. ഈ വ്യക്തി നിങ്ങളെ ഓർത്തിരിക്കുന്ന ആളാണ്. കുറച്ച് അഹങ്കാരിയായ രാജാവാണ്. അതാണ് കിങ് വാണ്ട് പറയുന്നത്. രാമനാണല്ലോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാമന് രണ്ടാമത്തെ ഒരു സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. എന്നാൽ ചാരിയറ്റ് വന്നതുകൊണ്ട് നമുക്ക് 2 കുടുംബത്തിലിരിക്കുന്നവർ പ്രണയിക്കുന്നതാണ് രണ്ടാമത്തെ ഓപ്ഷനാണ് എന്നൊക്കെ പറയേണ്ടി വരും. ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ 2 ആണല്ലോ കാണിക്കുന്നത്. ഇരുവഴി പോയ ആൾക്കാരെ അല്ലെങ്കിൽ ഇരുവഴി പിരിയേണ്ടവരെ ഒന്നായതൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ കുടുംബമുള്ളവർ പ്രണയിക്കുന്നതുമാവാം. കിങ് വാണ്ടിൻ്റെ മാത്രം അർത്ഥം നമുക്ക് എടുത്താൽ പറ്റില്ല. എന്തായാലും ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടം. പക്ഷേ നിങ്ങളിപ്പോൾ ബ്രേക്കപ്പ് ആയിരിക്കുകയാണ്. അതാണ് 6 സോഡ്സ് പറയുന്നത്. ഈ വഴിയിലൂടെ നമുക്ക് അങ്ങ് കടക്കാൻ പറ്റില്ല, നമുക്ക് ഒന്നാവാൻ പറ്റില്ല, നമ്മുടെ പ്രണയ സാഫല്യം ഇല്ല. 2 പേരും പ്രണയിച്ച് സഫലമാവുക എന്ന് പറഞ്ഞ ഒരു സാമ്രാജ്യം കീഴടക്കുന്നത് പോലെയാണ്. ഇവിടെ ഒരു കിരീടം തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ? എന്നാൽ അതിന് കഴിയില്ല എന്ന് പറഞ്ഞ് മാറിപ്പോയിരിക്കുകയാണ്. അത് ആ വ്യക്തിയായിരിക്കണം. അവരൊന്നും പ്രവർത്തിക്കില്ലല്ലോ, ഒരു മെസ്സേജ് പോലും അയക്കുന്നില്ല എന്നാണ് കിങ് വാണ്ട് പറയുന്നത്. അപ്പോൾ എല്ലാം ബ്ലോക്കാക്കി പോയിരിക്കുകയാണ്. ഈ സമയത്ത് അനങ്ങാപ്പാറ പോലെ ഇരിക്കണം അവർ. നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷനും എടുക്കുന്നില്ല. അതാണ് കിങ് വാണ്ട് പറയുന്നത്. ഞാൻ എന്നും പറയുന്നത് പോലെ എപ്പോഴും നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ഒരു രാജാവ്, സ്വന്തം വാല് കടിച്ച് തിന്നുന്ന സലമാൻഡറുകൾ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? എന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ല, ഇത് മോഹിക്കാൻ മാത്രമേ യോഗമുള്ളൂ, ഇങ്ങനെ വിചാരിച്ച് നിരാശയിലിരിക്കുക. എന്നാൽ ആള് രാജാവാണ്, എന്തിനും കഴിയും. അയാളൊന്ന് ആഞ്ഞു പിടിച്ചാൽ ഈ പ്രണയം മുന്നോട്ട് പോകാൻ പറ്റും. ഇവിടെ രഥം വന്ന് നിൽക്കുന്നുണ്ട് അല്ലേ? നിങ്ങളെ കൊണ്ടുപോകാനുള്ളതാണത്. 2 പേരും ഒന്നാക്കാനുള്ളതാണ്. പക്ഷെ അതിലേക്ക് നോക്കുന്നില്ല. വഴികൾ പലതുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഒരു ഭാഷ മാത്രമേ മനസ്സിലാവൂ. കാർഡ് എടുക്കുക, ആ വ്യക്തി ഇങ്ങനെ, ഈ വ്യക്തി ഇങ്ങനെ, ആ വ്യക്തി ഇങ്ങനെ, അവരങ്ങനെ, ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂലേ? അതൊന്നല്ല ടാരോയുടെ റീഡിങ്, അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് അവരിലേക്ക് യാത്ര ചെയ്യാൻ ഇവിടെ ഒരു വാഹനം നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നിലേക്ക് നോക്കാതെ എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രണയം എങ്ങനെ സഫലമാവുക? ഇപ്പം എല്ലാ വഴിയുണ്ടല്ലേ? ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു വഴി ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫോണൊന്ന് എടുത്താൽ മതി. എന്നാൽ നിങ്ങളത് ചെയ്യുന്നില്ല എന്നറിയുന്നത് നിങ്ങളല്ല, നിങ്ങളുടെ പങ്കാളി. അവരിങ്ങനെ മരം പോലെ ഇരിക്കുകയാണ്. യാതൊരു ആക്ഷനും ഇല്ല, ഒരു മറുപടി തരില്ല. ആളൊക്കെ നല്ല ആളാണ്, എല്ലാവരും ബഹുമാനിക്കുന്ന ആളാണ്. ഈ വ്യക്തിക്കൊരു കുറവുണ്ടെന്ന് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ മുന്നിലാണ് എല്ലാ കുറവുകളും അയാൾ കാണിക്കുന്നത്. തണ്ട് കൂടുതലാണ്, നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന സ്വഭാവമാണ്, നിങ്ങളോട് സ്നേഹമായിട്ട് ഒരിക്കൽ പോലും പെരുമാറില്ല, സംസാരിക്കുകയാണെങ്കിൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കും. ഇതൊക്കെ കാരണം നിങ്ങളങ്ങ് മാറിപ്പോയി. എന്തായാലും ഇപ്പോൾ ഇത് നടക്കുന്നില്ല, ഈ സ്നേഹമൊന്നും കിട്ടുന്നില്ല, പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴി മുഴുവൻ കുപ്പിച്ചില്ല് നിറഞ്ഞതാണ്. അതുപോലെയുള്ള പ്രശ്നങ്ങളാണ്. കുപ്പിച്ചില്ല് നിറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ നിസ്സാര ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു മെസ്സേജ് അയച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ഉണ്ട്, അത് അവരോടൊന്ന് ചോദിച്ചിട്ട് ചെയ്യുക എന്ന് വിചാരിച്ച് നിങ്ങളൊരു കാര്യമായൊരു കാര്യം അവർക്കൊരു മെസ്സേജ് അയച്ചു. അവരിത് കണ്ടിട്ടും വായിച്ചിട്ടും
അവരുടെ ഒരു മറുപടിക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് അവരുടെ മൗനമാണ് മറുപടിയായിട്ട് കിട്ടുന്നത്. വേണമെന്നോ വേണ്ടാന്നോ അല്ലെ നിന്റെ ഇഷ്ടം പോലെ ചെയ്യുന്നോ ആ മനുഷ്യൻ നാക്കെടുത്തൊന്നും പറയില്ല. അതുപോലെ ഇരിക്കുന്ന ഒരു രാജാവിനെയാണ് കിങ് വാണ്ട് കാണിക്കുന്നത്. നിങ്ങൾ ഒരുപാട് സഹിക്കുന്നുണ്ട് ഇവരുടെ സ്വഭാവ വൈകല്യങ്ങൾ. ഇവരുടെ സ്വഭാവ വൈകല്യങ്ങൾ തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ആളെ വിഡ്ഢിയെ പോലെ പെരുമാറും, ചിലപ്പോൾ വഴക്കിന് വരും, ചിലപ്പോൾ സമുദായം രണ്ടായിരിക്കാം നിങ്ങൾ, ചിലപ്പോൾ കുടുംബത്തിൻ്റെ ഭാരമുണ്ട്, ജോലി ഭാരമുണ്ട്, മാനസിക ഭാരമുണ്ട്, ഉറക്കക്കുറവുണ്ട്, അമിതമായി ആലോചിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളായിരിക്കാം ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ആ വ്യക്തിയായിരിക്കാം. ആ വ്യക്തി നല്ല ബോൾഡാണ്, അത്ര വേഗം തകർക്കാൻ പറ്റിയൊരു മനസ്സൊന്നല്ല, നല്ല സ്ട്രോങ് ആയ ആളാണ്. അതുകൊണ്ട് തന്നെ തീരുമാനം എടുക്കുന്നില്ല. നിങ്ങൾക്കറിയാം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് എടുത്ത പോലെ ഇരിക്കുന്നു. പക്ഷെ ചെയ്യണ്ടേ, നീ വിഷമിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട് എന്നൊരു വാക്കാവും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവുക. എന്നാൽ അതൊന്നും തരാതെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള ഭാവത്തിലിരിക്കുന്ന രാജാവിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം രാജാവിന് കുടുംബമുണ്ടെന്ന് പറയുന്ന 2 കാർഡാണ് ചാരിയറ്റ്. അപ്പം ചാരിയറ്റിൻ്റെ മറ്റൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, രഥമാണല്ലോ ഒരു വാഹനം, അത് തേരാളി വേണം അതിനെ നയിക്കണമെങ്കിൽ. കാരണം കുതിരകളെ പൂട്ടിയ രഥമാണല്ലേ, അതിനെ നയിക്കാൻ ഒരു തേരാളി വേണം. അതിനാണ് ഞാൻ ആദ്യം കൃഷ്ണാർജുനന്മാരെ കുറിച്ച് പറഞ്ഞത്. അപ്പം നിങ്ങൾക്കൊരു വഴിമുട്ടി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് കടക്കാൻ പറ്റുള്ളൂ. കുപ്പിച്ചില്ല് നിറഞ്ഞ വഴിയായാലും മുള്ള് വിരിച്ച വഴിയായാലും അത് കടത്താൻ ദൈവത്തിനാവും, എത്ര പ്രശ്നം ഉണ്ടെങ്കിലും. ഇവിടെ ഒരു ഏഞ്ചലിൻ്റെ സഹായം തന്നെയാണ് പറയുന്നത്. അത് കൃഷ്ണനാവാം, അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന ആരുമാവാം, അതാണ് പറഞ്ഞത്. എന്നാൽ ഇനി രണ്ടാമതൊരു മെസ്സേജ് ഉള്ളത് കുറച്ച് നെഗറ്റീവാണ്. സൂര്യനൊരു തേരാളിയുണ്ട്. ആ തേരാളിയാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ സൂര്യനെ തെളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ലോകത്തിന് വെളിച്ചം തരാനാണ് ഈ തേരാളി തെളിക്കുന്നത്, രഥം തെളിക്കുന്നത്. എന്നാൽ ഈ വെളിച്ചത്തിൽ നമ്മൾ അറിയാതെ പോകുന്ന ചില സത്യങ്ങളുണ്ട്, അതിനെക്കുറിച്ചാണ് ചാരിയറ്റ് പറയുന്നത്. ഈ തേരാളി പരിപൂർണനല്ല, മനസ്സിലാക്കുക. അയാൾക്ക് കൈകളും അരയ്ക്കുന്ന മേപ്പോട്ടുള്ള സ്ഥലങ്ങൾ മാത്രമേ ചലിക്കുന്നുള്ളൂ. അതുകൊണ്ട് മാത്രമേ അയാൾക്ക് പണിയെടുക്കാൻ പറ്റൂ. അരയ്ക്ക് കീഴോട്ട് തളർന്ന ആളാണ് ഈ തേരാളി, മനസ്സിലാക്കുക. അവിടുന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കാൻ ശക്തി ഇല്ലാത്ത ഒരാളാണ്. എന്തിനാ ഇതിവിടെ പറഞ്ഞതെന്നറിയോ? നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങൾ നോക്കുമ്പോൾ കുറവൊന്നും ഉണ്ടാവില്ല, നല്ല പവർഫുള്ളായ ആളായിരിക്കാം, സാമ്പത്തികം ഉണ്ടാവും, കുടുംബം നല്ലതായിരിക്കാം, നല്ല ജോലി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ അറിയാത്ത ചില സത്യങ്ങളുണ്ടാവും എന്ന് പറയുന്നത്. നിങ്ങളെ സ്വീകരിക്കാൻ അയാളുടെ തന്നെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളായിരിക്കാം, അല്ലെങ്കിൽ അയാളെ ശക്തമായി എതിർക്കുന്ന കുടുംബമാവാം. ഫൈവാണ്ടത പറയുന്നത്. അങ്ങനെ നിങ്ങളെ മുഴുവനായിട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്തോ ഒന്ന് അയാളെ നിങ്ങളെയും തമ്മിൽ അകറ്റുന്നുണ്ട് എന്ന് പറയുന്നത്. അതെന്ത് കാരണമാവാം. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ പങ്കാളികളുടെ കുറവുകളും കൂടുതലുകളും അറിയൂ. അത് എന്തോ ഒരു കുറവുള്ളതായിട്ട് പറയുന്നതാണ് ചാരിയറ്റ്. രണ്ടാമത്തെ മെസ്സേജ് ആയോ? ഇനി മൂന്നാമത്തെ ഒരു മെസ്സേജ് ഉണ്ട്. ചാരിയറ്റ് 2 തവണ വന്നതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. 7 എന്ന നമ്പറാണ് ചാരിയറ്റിൽ വന്നിരിക്കുന്നത്. 7 എന്ന് പറഞ്ഞാൽ പ്രണയത്തിൻ്റെ നമ്പറാണ്, ദാമ്പത്യത്തിൻ്റെ നമ്പറാണ്. മനസ്സിലായില്ലേ? അതിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. തേർഡ് പാർട്ടി ഉണ്ട്, കുടുംബം അനുകൂലമല്ല, മതം 2ആണ്, ജാതി 2ആണ്, സാമ്പത്തികം 2 തട്ടാണ്. ഒരാൾക്ക് കുടുംബഭാരമുണ്ട്, മറ്റേയാൾ നല്ല കഴിവുള്ള സമ്പത്തുള്ള വീട്ടിലത്തെയാണ്. അതാണ് 10 2 തവണ വന്നിരിക്കുന്നത്. 2 വിധത്തിലാണ് വന്നിരിക്കുന്നത്. ഒരു 10 ഇത്തിരി കഷ്ടപ്പാടിനെയാണ് കാണിക്കുന്നത്. മറ്റേ 10 എന്ന് പറഞ്ഞാൽ നല്ല സമ്പത്തും സുഖവും സന്തോഷമുള്ള 10 ആണ്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും രണ്ടുപേരുടെയും അവസ്ഥ. ചാരിയറ്റ് പറയുന്നു കുറവുകളുള്ളത് നിങ്ങൾ ബാഹ്യമായിട്ട് മനസ്സിലാക്കുന്നില്ല എന്ന്. അപ്പോൾ അയാളുടെ തന്നെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ഫീലിംഗ് എന്നുള്ളത് നിങ്ങൾ മുഴുവനായിട്ട് മനസ്സിലാക്കിയില്ല എന്നാണ് ചാരിയറ്റ് തരുന്ന മറ്റൊരു സന്ദേശം. ഇനിയും ഒരു സന്ദേശം കൂടിയുണ്ട് ചാരിയറ്റ് തരുന്നത്. ഈ സൂര്യൻ്റെ തേരാളി തന്നെ സ്ത്രീവേഷം കെട്ടി എന്ന് പറയുന്നത്. ഈ ദേവന്മാരായതുകൊണ്ട് കുറവുകളൊക്കെ മാറ്റിമറിക്കാൻ അവർക്ക് കഴിയുമല്ലോ. അയാളുടെ കുറവുകൾ അയാൾക്ക് തന്നെ അപകർഷത ഉണ്ടാക്കിയ ഒരു സമയത്ത്
അയാളുടെ ശക്തി കൊണ്ട് അയാൾ പെണ്ണായി മാറി എന്നറിയുന്നത്. അതിസുന്ദരിയായ അരുണ എന്ന പേരുള്ള പെണ്ണായി മാറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മഹാഭാരതം, രാമായണം, അല്ലെങ്കിൽ വായുപുരാണം, അഗ്നിപുരാണം, വരാഹപുരാണം, ഇങ്ങനെ കുറേ പുരാണങ്ങളുണ്ട്. അതിലത്തേക്ക് കഥകളാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് അറിയണമെന്നില്ല, ഏതെങ്കിലും ഒന്നിലത്തെ ആവാം. എന്തായാലും ഈ ലേഡി അരുണ എന്ന സ്ത്രീ ആദ്യം മനോഹരമായ വേഷം കെട്ടിയിട്ട് ദേവലോകത്ത് പോയി ദേവേന്ദ്രനെ വളച്ചു. സുന്ദരിയാണല്ലോ. ദേവേന്ദ്രനുമായിട്ട് ഫിസിക്കൽ ബന്ധമുണ്ടായി. അങ്ങനെ അതിലൊരു കുട്ടി പറഞ്ഞു. ആ കുട്ടിയാണ്, ഇത് രാമായണത്തിലെ കഥയാണ് കേട്ടോ, പ്രശസ്തനായ നമ്മുടെ ബാലി. നിങ്ങൾക്കറിയാലോ അല്ലേ, രാമായണത്തിൽ ബാലി ആരാണ് എന്നറിയുമായിരിക്കാം വായിക്കുന്നവർക്ക്. ഇനി ഇതേ ലേഡി അരുണ സൂര്യൻ്റെ തേരാളിയാണല്ലോ. അപ്പോൾ സൂര്യൻ പറയാണ്, നീ എങ്ങനെയാണ് പെൺവേഷം കെട്ടിയതെന്ന് ചോദിക്കുകയാണ്, പെണ്ണായി മാറിയത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സൂര്യന് കാണിക്കാൻ വേണ്ടി അവൾ ആ വേഷം മാറിയപ്പോൾ സൂര്യന് ഇവളോട് പ്രണയം തോന്നിയെന്ന് പറയുന്നത്. അപ്പോൾ ദേവേന്ദ്രന് പ്രണയം തോന്നിയിട്ടാണ് ബാലി എന്ന മകൻ ജനിച്ചത്. സൂര്യന് പ്രണയം തോന്നിയപ്പോൾ അവർ തമ്മിൽ ഫിസിക്കൽ ബന്ധമുണ്ടായി. അങ്ങനെ ഇവള് സൂര്യന് കൊടുത്ത കുട്ടിയാണ് സുഗ്രീവൻ. ബാലി സുഗ്രീവന്മാർ നിങ്ങൾക്കറിയാലോ. ഈ സ്ത്രീ 2 അച്ഛന്മാരിൽ നിന്ന് പ്രസവിച്ച 2 മക്കളാണ് ബാലിയും സുഗ്രീവനും. എന്തിനാണ് ഇത് ഇവിടെ പറഞ്ഞത്? ഇവിടെ പറയാൻ കാരണമുണ്ട്. 3 സോട്സാണ് വന്നിരിക്കുന്നത്. കുടുംബമുള്ള ലേഡി ആയിരിക്കാം, കുടുംബമുള്ള പുരുഷനായിരിക്കാം, എങ്കിലും നിങ്ങൾ തമ്മിലും ഫിസിക്കൽ ബന്ധം ഉണ്ടാവും. അപ്പോൾ ഒരു കാർഡ് അങ്ങോട്ട് കണ്ട് ഫിസിക്കൽ ബന്ധമുണ്ടെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞങ്ങളിൽ നിന്ന് തെറി കേൾക്കേണ്ടി വരില്ലേ? ഇവിടെ വന്നിരിക്കുന്ന ക്യാരക്ടർ അങ്ങനെയാണ്. ഒന്നിൽ കൂടുതൽ പുരുഷന്മാരുമായി അല്ലെങ്കിൽ സ്ത്രീകളുമായി ഫിസിക്കൽ ബന്ധമുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ചാരിയേറ്റ് വരുന്നത്. അങ്ങനെ ഓരോ കാർഡിന് പിന്നിലും അനേകം കാര്യങ്ങളുണ്ട്. അതാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇപ്പം വ്യക്തമായില്ലേ എന്തുകൊണ്ടാണ് ഫിസിക്കൽ ബന്ധം ഉണ്ടെന്ന് ഞാൻ പറയുന്നതെന്ന് മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയാണ് പറയുന്നത്. 5 വാണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആഗ്രഹിക്കുന്നതോ അവരെ ആഗ്രഹിക്കുന്നതോ ആയിട്ടുള്ള ഒരാളുണ്ട്. 3 സോട്സ് എന്ന് പറഞ്ഞാൽ കുടുംബമുള്ളവരായിരിക്കാം. മൂന്നാമത്തെ ഒരു വ്യക്തി പ്രണയം പങ്കുപറ്റാനുണ്ട് എന്നറിയുന്നത്. അത് വെറും പ്രണയമല്ല, ഫിസിക്കൽ ബന്ധമുള്ള ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ എല്ലാ രീതിയിലും പ്രണയിച്ചവരായിരിക്കണം. ഇനി വിവാഹിതരാണെങ്കിൽ 2 കുടുംബമുള്ളവരാണെങ്കിലും എല്ലാ രീതിയിലും നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഫിസിക്കൽ ബന്ധമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കണം. ഇനി ദമ്പതികളാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, കുടുംബമായിരിക്കുന്നവരായിരിക്കും. പക്ഷെ ഇവിടെ ഒരു മൂന്നാമത്തെ വ്യക്തിയെ കാണുന്നത് കൊണ്ട് തന്നെ 2 പേരുമായിട്ടും ഫിസിക്കൽ ബന്ധമുള്ളൊരു പ്രണയമാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ പങ്കാളി കുടുംബമുള്ള ആളായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുമായി ഫിസിക്കൽ ബന്ധമൊക്കെ ഉള്ള ആളായിരുന്നു എങ്കിൽ, അവിവാഹിതനാണ് എങ്കിൽ മറ്റൊരാളുമായിട്ടും ഇതുപോലെ തന്നെ അയാൾ പെരുമാറുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. അതുപോലെ ഒരു റീഡിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി വന്നിരിക്കുന്ന പേജ് കപ്പാണ്. ആൾ കുറച്ച് തരികട പറയുന്ന ആളാണ്. ഫുൾ കാർഡാണ്. കുറച്ച് തരികട പറയുന്ന ആളാണ്. കള്ളത്തരമൊക്കെ കാണിക്കുന്ന ആളാണ്. 3 സൂട്ട്സ് ആണ്. മൂന്നാമത്തെ ഒരു വ്യക്തിയുണ്ട്. കിങ് വാണ്ടാണ്. നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അയാളൊന്നും പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾ ബ്രേക്കപ്പ് ആയിരിക്കുകയാണ്. ചാരിയറ്റാണ്. ഇരുവഴി പിരിഞ്ഞു പോയിരിക്കുകയാണ്. ഇനി ഒന്നിൽ കൂടുതൽ ലവ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. ലവ് മാത്രമല്ല ഫിസിക്കൽ ബന്ധമുണ്ട് എന്നുള്ളത് ഞാനിവിടെ പറഞ്ഞു. ഫുൾ എന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ ഈ വ്യക്തി വിഡ്ഢിയെ പോലെ പെരുമാറും. വിഡ്ഢിയല്ല, ആള് അതിബുദ്ധിമാനാണ്. പക്ഷെ നിങ്ങൾക്ക് തോന്നും ആളിത്തിരി കഴമ്പില്ലാത്തവനാണ്, നിഷ്കളങ്കനാണ്, നിങ്ങളെ മാത്രം പ്രണയിക്കുന്ന ആളാണ്, നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു, അവർ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങളെ ബോധിപ്പിക്കുന്ന ഒരു പെരുമാറ്റമായിരിക്കും. പക്ഷേ ഇത് ബോധിപ്പിക്കൽ മാത്രമാണ് കേട്ടോ. തേർഡ് പാർട്ടി ഇവിടെ ശക്തമായിട്ട് തന്നെ ഉണ്ട്. അതിനാണ് ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞത്. ഒരു കാർഡങ്ങ് നോക്കിയിട്ട് തേർഡ് പാർട്ടി ഉണ്ട്, അവരിലേക്ക് പോയി അവരുമായും ഫിസിക്കൽ ബന്ധമുണ്ട്, നിങ്ങളുമായും ഫിസിക്കൽ ബന്ധമുണ്ട്, ഇങ്ങനെയൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും അതെന്താ അങ്ങനെ പറയുന്നതെന്ന്. ഇവിടെ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞ ശേഷമാണ് ഞാൻ ഇങ്ങനെ ആയിരിക്കാനാണ് സാധ്യത എന്ന് പറയുന്നത്. എല്ലാ രീതിയിലും അടുത്തവരായിരിക്കാം നിങ്ങൾ. അവർ കുടുംബമുള്ള ആളായിരിക്കാം. ഇനി കുടുംബമില്ലാത്ത ആളാണ്, സിംഗിൾ ആണെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരാൾ ഈ വ്യക്തി കാണുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുക. സ്നേഹിക്കുക എന്ന് പറയാൻ പറ്റില്ല അല്ലേ? സ്നേഹത്തിൽ കുറച്ച് കപടത ഉണ്ട്.
അതാണ് ഈ ഫൂള് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റൂ. ഫൂള് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വാല്യൂ കൊടുത്ത ആൾ ഒരു സീറോ ആണ് എന്നാണ്. വിഡ്ഢിയെപ്പോലെ അഭിനയിക്കുകയാണ്. ആള് ഭയങ്കര ബുദ്ധിയുള്ള ആളാണ്, ഒടുക്കത്തെ ബുദ്ധിയായിരിക്കും. പക്ഷെ നിങ്ങൾ കാണുമ്പോൾ ഈ വ്യക്തി നിഷ്കളങ്കനാണ്, നിങ്ങളെ മാത്രം സ്നേഹിക്കുന്ന ആളാണ്, കള്ളവും കപടവും അറിയാത്ത ആളാണ്, ഇങ്ങനെയൊക്കെ തോന്നും. ഇതൊക്കെ പറഞ്ഞ് ബലിപ്പിക്കുകയാണ് അല്ലെങ്കിൽ പ്രകടിപ്പിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. റീഡിങ് പറഞ്ഞു വരുമ്പോൾ കുറച്ച് നെഗറ്റീവായി മാറുന്നുണ്ട് അല്ലേ. ഇവിടെ എനിക്ക് ആ എനർജിയാണ് വരുന്നത്. ആ എനർജിക്ക് അനുസരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പേജ് കപ്പാണ്, ബുധനാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കള്ളത്തരം പറയും. ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുക, ഇന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടാവില്ല, അപ്പം നാളെ വേറൊന്നായിരിക്കും പറയുക. അങ്ങനെ ഉരുണ്ട് കളിക്കുന്ന ഒരു തരം പെരുമാറ്റം ഇവരിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് സ്നേഹം കിട്ടേണ്ട കാര്യം വരുമ്പോൾ കിങ് വാണ്ടിൻ്റെ പോലെയാണ്. പിടി തരാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു തരം ആളെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. എന്നാൽ ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമില്ല എന്ന് ഞാൻ പറയില്ല, ഇഷ്ടമുണ്ട്, സ്നേഹമാണ്. അതാണ് കിങ് വാണ്ട് പറയുന്നത്. സ്നേഹമുണ്ട്, എന്നാൽ ആ സ്നേഹത്തിൽ എത്രത്തോളം ആത്മാർത്ഥത ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെടും. 100% എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. മുഴുവനായിട്ടും നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് എനിക്കിവിടെ പറയാൻ പറ്റില്ല. തേർഡ് പാർട്ടി ശക്തമായിട്ട് തന്നെ ഉണ്ട്. 2 പുരുഷന്മാരിൽ 2 ആൺമക്കളെ കൊടുത്തൊരു ലേഡിയാണ് അവിടെ വന്നിരിക്കുന്നത് അല്ലേ. അപ്പം ഞാനെങ്ങനെയാണ് അവർ നല്ല ആളാണ്, നിങ്ങളെ മാത്രം കാത്തിരിക്കുന്ന ഒരാളാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. 2 പേരെ ഒരേ സമയം പ്രണയിച്ച ആളുമാവാം, ഒരേ സമയം പ്രണയിക്കുന്ന ആളുമാവാം. അപ്പോൾ ബന്ധങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ചങ്ങ് പറയാൻ പറ്റില്ല. ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കുടുംബമുള്ള ആളാണെങ്കിൽ നിങ്ങളെ പോലെ തന്നെ അവരുടെ കുടുംബത്തിനെ അവർ സ്നേഹിക്കുന്നുണ്ട്. കുടുംബമില്ലാത്ത ആളാണെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവരെയും സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. 2 പേരെ ഇഷ്ടമാണെന്നുള്ളതാണ്. ഏതെടുക്കണം ഏത് തള്ളണം എന്ന കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. ഇനി നിങ്ങൾ കണ്ണീരിലാണ്, അതാണ് 3 സോഡ്സ് പറയുന്നത്. ഈ വ്യക്തിയെ മുഴുവനായിട്ട് നിങ്ങൾക്ക് പിടി കിട്ടുന്നില്ല, പിടി തരില്ല ഇയാളെ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പെരുമാറുമ്പോൾ വിധിയെ പോലെയാണല്ലോ പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ അയാളൊരു ദുഷ്ടനാണെന്ന് നിങ്ങൾക്ക് വിധി എഴുതാൻ പറ്റില്ല, എനിക്കും പറ്റുന്നില്ല, അതാ സംഭവം. എന്നാൽ അയാൾ നല്ലവനാണ് എന്ന് പറയാനും പറ്റില്ല. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഇവിടെ എനർജി വന്നിരിക്കുന്നത്. ഇനി 10 പെൻഡക്കൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തികം 2 തട്ടാണ്. 10 വാണ്ട് എന്ന് പറഞ്ഞാൽ കുടുംബഭാരമുള്ളൊരു വീട്ടുകാരുണ്ട്, നല്ല സമ്പത്തുള്ളൊരു വീട്ടുകാരുണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റക്കുറച്ചിലുകളായിട്ട് വന്നിരിക്കുന്നത്. ഇനി 5 വാണ്ട് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വേണ്ടി മറ്റൊരാൾ ശക്തമായി തന്നെ നിങ്ങളോട് മത്സരിക്കുന്നുണ്ട്. ഇതിൽ ആര് ജയിക്കുന്നുള്ളത് ഭഗവാന്റെ തീരുമാനമാണ്. എന്നാൽ നിങ്ങൾക്ക് ഒരു വഴി കടത്താനുള്ള ആൾ ഇവിടെ ഉണ്ട് അല്ലേ. കുപ്പിച്ചില്ലെന്ന് പറഞ്ഞാൽ വഴിയിലൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യണ്ടേ, ഈ കിരീടം നിങ്ങൾക്ക് സ്വന്തമാക്കണ്ടേ. അതിനുവേണ്ടി നിങ്ങൾ ആരാധിക്കുന്ന ആ ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അതാണ് ഇവിടുത്തെ പോസിറ്റീവായൊരു മെസ്സേജ് തരാനുള്ളത്. ഇനി ഇവിടെ നീതിദേവത വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത്രയൊന്നും നീതി കിട്ടുന്നില്ല, പിരിയേണ്ടവരും ഇവിടെ ഉണ്ട്. നീതിദേവത വന്നാൽ നെഗറ്റീവ് കാർഡാണത്. നിയമപ്രകാരം വേർപിരിയുന്ന ദമ്പതികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അകലണ്ട വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞ് അകലണ്ടവർക്ക് വേണ്ടി, അകലണ്ട വിവാഹേതര ബന്ധങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് നീതിദേവത വരുന്നത്. കണ്ണ് കെട്ടിയ നീതിദേവതയാണ്. നിങ്ങളെന്നോ മറ്റേ ആളെന്നോ പ്രത്യേകതയില്ലാത്ത ആളാണ്. മുഖം നോക്കാതെ നടപടി എടുക്കുന്ന ആളാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് പിരിയേണ്ടി വരാം എന്നാണ് ഈ സന്ദേശം പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് നീതി ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. ഒരുപക്ഷെ പിരിയാൻ യോഗമുള്ളവരും ഉണ്ടാവാം. കാർമിക് ബന്ധമാണ്, കർമ്മബന്ധം. ഒരു സമയം വരുമ്പോൾ അവസാനിക്കുന്ന ബന്ധങ്ങൾക്ക് വേണ്ടിയാണ് നീതിദേവത വരുന്നത്. എന്നാൽ നിങ്ങൾക്കൊരു നല്ല തീരുമാനം ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ മനസ്സ് മാറും എന്നതിനാണ് നമുക്ക് ചാരിറ്റി തന്നിരിക്കുന്ന 2 തവണ. അതിൽ നിൽക്കുന്നത് ഒരു തേരാളിയാണ്, മുന്നിൽ നിൽക്കുന്നത് മഹാഭാരത യുദ്ധം അല്ലേ. ഒരു കടൽ പോലെയുള്ള എതിരാളികളാണ്. അതിനെയൊക്കെ നിഷ്പ്രയാസം ഇല്ലാതാക്കിയിട്ട് ഇയാൾ വിജയിച്ചു എങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു ഏഞ്ചലിൻ്റെ കൈയാണ്, ദൈവത്തിൻ്റെ കൈയാണ്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ ഇതെല്ലാം നിഷ്പ്രയാസം നിങ്ങൾക്ക് മറികടക്കാനും നിങ്ങളുടെ പങ്കാളിയുടെ സ്നേഹം സ്വന്തമാക്കാനും കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ റീഡിങ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പേജ് കപ്പ് വന്നിട്ടുണ്ടല്ലോ, നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമാണത് പറയുന്നത്. അപ്പം ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. എല്ലാം നേടാൻ പറ്റൂ കേട്ടോ, സമാധാനിക്കുക.
സെപ്പറേഷനാണ് വന്നിരിക്കുന്നത്. ഞാനതാ പറഞ്ഞാൽ ഇപ്പോൾ ഒന്ന് ബ്രേക്കപ്പ് ആയിരിക്കുകയാണെന്ന്. മെമ്മറീസ്, ഓർമ്മകളിലിരിക്കുകയാണ് നിങ്ങൾ. അതാണ് 6 സോഡ്സ് പറഞ്ഞത്. എന്നാൽ മാരേജിലെത്തും. ശിവനും പാർവതിയാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം മാറിപ്പോയിട്ട് നിങ്ങൾ ഒന്നാവാൻ സാധ്യതയുണ്ടായിരുന്നത് തന്നെയാണ്. പോസിറ്റീവ് മെസ്സേജാണ്. ആദ്യ സെപ്പറേഷൻ കണ്ടുവെങ്കിൽ ഏറ്റവും ഒടുക്കം വന്നിരിക്കുന്നു. ഒന്നായ 2 ഇണകളെ. അതുപോലെ ആവട്ടെ നിങ്ങളെന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഹെൽത്ത്, കരിയർ ഇത് നോക്കാം. ഒരു കാര്യം മാത്രമാണ് ഇന്നിവിടെ പറയുന്നത്. ആള് പറയുന്നതെല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങാതിരിക്കുക. ആൾ കുറച്ച് കള്ളത്തരമൊക്കെ നിങ്ങളോട് കാണിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇന്നും ഇവിടെ വന്നിരിക്കുന്നത്. ഇതുപോലെയുള്ള ആൾക്കാരാണ് എല്ലാവരുടെയും പങ്കാളികൾ എന്ന് ഞാൻ പറയുന്നില്ല. അതിനാണല്ലോ ഇവിടെ നമ്പർ തന്നിരിക്കുന്നത്. നിങ്ങളുടെ മാത്രം കാര്യം നോക്കാലോ. അതിന് ഇത്തിരി പണച്ചെലവുണ്ട് അല്ലേ. ഇത് ഫ്രീ ആയിട്ട് കേൾക്കുകയാണെങ്കിൽ വല്ലവരുടെയും കാര്യം കേട്ടിട്ട് അങ്ങ് പോകാമല്ലോ അല്ലേ. വല്ലവരുടെയും കാര്യം കേട്ടിട്ട് നിങ്ങളങ്ങ് ടെൻഷൻ അടിക്കാൻ തുടങ്ങും. ഇവിടെ വന്നിട്ടുള്ള എനർജി ആരുടെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ കിട്ടുന്നതേ ഞാൻ പറയും. യൂട്യൂബ് എന്ന് പറഞ്ഞ സത്യസന്ധത ഇല്ലാത്തവരുടെ വേദിയാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് 100ൽ 101% ആത്മാർത്ഥത കാണിച്ചാണ് ഈ മൂലമന്ത്രങ്ങളൊക്കെ ഇവിടെ ജപിക്കുന്നത്. അത്രയ്ക്ക് പോസിറ്റീവ് എനർജിയാണ് അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ. എന്നാൽ ചില ആളുകൾ വന്നിരുന്നങ്ങ് പറയാൻ തുടങ്ങും, നിങ്ങൾ ഇന്നത് എഴുതിയാൽ മതി, നിങ്ങൾക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ എത്ര ലക്ഷം രൂപ കയ്യിൽ വരും എന്നൊക്കെ. ഇങ്ങനെയുള്ള ഉടായ്പിൽ എത്ര പേരാണ് അറിയ പോയി പെടുന്നത്. ഒരുപാട് കാഴ്ചക്കാരാണ് അവർക്കൊക്കെ. എനിക്ക് തോന്നുന്നു ഈ ജനം എന്നുള്ളത് തീരെ ബുദ്ധിയില്ലാത്തവരാണോ. മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വഴിപാടിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. അതിൻ്റെ പോസിറ്റീവ് എനർജി ഉണ്ടോ കയ്യിൽ എഴുതുന്ന നമ്പറുകൾക്ക്? നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. പ്രപഞ്ചത്തിലെ പോസിറ്റീവ് എനർജി നമ്മൾക്ക് അട്രാക്റ്റ് ആവാൻ വേണ്ടിയാണ് മന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ തന്നെ പോസിറ്റീവ് എനർജി, ആ ശക്തിയാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ദയവായിട്ട് ഞാനിവിടെ തരുന്ന മന്ത്രങ്ങളൊക്കെ കേൾക്കുക, പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക, നടക്കുമെന്ന് വിചാരിക്കുക. ഇനി നമുക്ക് ഹെൽത്ത്, കരിയർ ഇതിലേക്ക് പോവാം. ഇവിടെ വന്നിരിക്കുന്നത് ചുമ തന്നെയാണ്. നെഞ്ചുവേദന, ഹാർട്ട് അറ്റാക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനി ആർക്കെങ്കിലും മരണം കേൾക്കുമെന്നറിയില്ല. അത് പറയുന്നുണ്ട്. ഗർഭാശയ അണ്ഡാശയസ്ഥന ഫൈബ്രോയിഡുകൾ പറയുന്നുണ്ട്. അമിതമായ മദ്യപാനം, കരൾ രോഗം, മഞ്ഞപ്പിത്തം, മൂത്രാശയ രോഗങ്ങൾ, അണുബാധ ഒക്കെ പറയുന്നുണ്ട്. ബോഡി പെയിൻ, പനി പറയുന്നുണ്ട്. കുടൽ രോഗങ്ങൾ, വയറുവേദന പറയുന്നുണ്ട്. ഇനി ലിബ്ര പറയുന്നത് സ്കിന്നിൻ്റെ അലർജികളെ കുറിച്ചാണ്. ഇതൊക്കെയാണ് അസുഖമായി വന്നിരിക്കുന്നത്. ഇനി ജോലി പറയുന്നത് എഴുത്തുകാരാണ്, പത്രമാധ്യമങ്ങളാണ്, അഡ്വക്കേറ്റാണ്, മെഡിക്കൽ രംഗമാണ്, ഹോട്ടലുകളാണ്, ബിസിനസ്സുകളാണ്, ഇന്ത്യക്ക് വെളിയിലാണ്, ഗതാഗതമാണ്. ഇതൊക്കെയാണ് ജോലി വന്നിരിക്കുന്നത്. പൊതുവായ കാര്യങ്ങൾ നിയമപ്രകാരം വേർപിരിയാൻ നിൽക്കുന്നവർക്ക് അനുകൂല തീരുമാനമാണ്. യാത്രകൾ വേണ്ടിവരും എന്ന് പറയുന്നുണ്ട്. ബന്ധു സമാഗമം പറയുന്നുണ്ട്. അലച്ചിലെ കഷ്ടപ്പാട് പറയുന്നുണ്ട്. നെഞ്ചുവേദനയൊക്കെ ഒന്ന് സൂക്ഷിക്കൂ കേട്ടോ. ഇതൊക്കെയാണ് പൊതുവായ കാര്യങ്ങൾ. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ 1000 ഉറുപ്പ്യ മുടക്കുക, എൻ്റെ അടുത്ത് വരിക, ഒരു വിഷയത്തിൻ്റെ 3 ചോദ്യം ചോദിക്കുക. അതിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ആ വിധത്തിലാണ് ഞാൻ പറഞ്ഞു തരിക കേട്ടോ. വീഡിയോ ആണ് തരുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് റീഡിങ് എടുക്കുക. GP നമ്പർ അവിടെ വന്നു കഴിഞ്ഞാൽ തരും, വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ തരും. അപ്പോൾ റീഡിങ് വേണമെന്നുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ലവ് ഏഞ്ചൽ മെസ്സേജ് നോക്കാം. ഒരു പക്ഷേ ഷോർട്ട് വീഡിയോ തരാൻ ശ്രമിക്കാം കേട്ടോ, സമയമുണ്ടെങ്കിൽ. ഇന്ന് വൈകി ഞാൻ വീഡിയോ ഉണ്ടാക്കാൻ തന്നെ. രാവിലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ന്യൂ ലവ് ആണ്. റിലീജിയൻ ഫാക്റ്റ്, forgive and learning, കോഡിപ്പെൻഡൻസി, വല്ലാതെ ആശ്രയിക്കാൻ നിൽക്കരുത്, അല്ലെങ്കിൽ രണ്ടുപേരും ആശ്രയിച്ച് വേണം മുന്നോട്ട് പോവാൻ. ആ വ്യക്തി വളരെ നല്ലവനാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് മാലാഖ പറഞ്ഞ പുതിയ പ്രണയങ്ങളെക്കുറിച്ചാണ് പേജ് കപ്പ് പറഞ്ഞത്. റിലീജിയൻ ഫാക്റ്റിനെ കുറിച്ചാണ് 10 എന്ന നമ്പർ പറഞ്ഞത്. forgive and learning എന്നാണ് ചില ആൾക്കാരുടെ കാര്യം പറയുന്നത്. വല്ലാതെ ആശ്രയിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ രണ്ടുപേരും പരസ്പരം ഒരു മാനസിക ഐക്യം വേണമെന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് മാലാഖ തന്നിട്ടുള്ള മെസ്സേജുകൾ.
ടാരറ്റ് കാർഡിൻ്റെ അർത്ഥം അറിയാതെ അതെന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നറിയാതെ നിങ്ങളുടെ പങ്കാളി നിങ്ങളെ കാത്തിരിക്കുന്നു, അവരങ്ങനെ ഡിപ്രഷൻ അടിക്കുന്നു, കുറ്റബോധം കൊണ്ട് ചാവാൻ കിടക്കുന്നു എന്നൊക്കെ പറയാം എനിക്കും. പക്ഷെ അതൊന്നല്ല ഇവിടെ പറയുന്നത്. നിങ്ങളുടെ പങ്കാളി കുറച്ച് കള്ളത്തരം കാണിക്കുന്നുണ്ട്, നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരാളുമായി ഫിസിക്കൽ ബന്ധമുണ്ടെന്നാണ്. നെഗറ്റീവ് റീഡിങ് തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. എങ്കിലും അവസാനം ഒരു കണ്ണൻ വന്നതുകൊണ്ട് തന്നെ എത്ര നെഗറ്റീവായ ആൾക്കാരെയും പോസിറ്റീവാക്കാൻ ഭഗവാൻ ഒന്ന് വിചാരിച്ചാൽ മതി. അത് മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു പോസിറ്റീവ് മെസ്സേജ്. അപ്പോൾ നിങ്ങളുടെ പങ്കാളി നന്നാവുമെന്ന് വിചാരിക്കാം അല്ലേ. തരികടയും കള്ളത്തരമൊക്കെ ഉണ്ട്. വിഡ്ഢിയെപ്പോലെ പെരുമാറുന്ന അതിബുദ്ധിമാനായ ഒരാളെയാണ് എനിക്കിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. എനിക്കിത്തിരി വ്യൂ കൂടണം എന്ന് പറഞ്ഞ് കള്ളത്തരമൊന്നും പറയുന്ന പരിപാടിയില്ല. ഇനി നമുക്ക് ഈ മെസ്സേജ് നോക്കാം. നിങ്ങൾക്ക് വേണ്ടി മന്ത്രം തരുന്നു. ഇനി ആധുനിക കാലത്തിലെ ടാരോ റീഡിങ് തരുന്നു, പഴയ കാലത്തിലെ തരുന്നു അല്ലേ. എല്ലാ രീതിയിലും തരുന്ന ഒരേ ഒരു റീഡർ ഞാനാണ്. കാർഡ് എടുത്ത് റീഡിങ് ചെയ്യുന്നു, എഴുതി കാണിക്കുന്നു, കമ്പ്യൂട്ടറിൽ തരുന്നു അല്ലേ, എല്ലാം തരുന്നില്ലേ. അപ്പോൾ എല്ലാ വിധത്തിലും നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ട് ഞാൻ. എനിക്ക് സന്തോഷം കിട്ടുന്നില്ല. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം അല്ലേ. സപ്പോർട്ട് കുറവാണ്. ഐ ആം സോറി ഇതാ പറയുന്നത്. ഐ മിസ് യു. തേർഡ് പാർട്ടി, കമ്മിറ്റ്മെൻറ്റ്, ഡിറ്റാച്ച്മെൻറ്റ്. അതന്നെ ഒരു എഫക്റ്റും ഇല്ലാത്ത നമ്പർ എഴുതാൻ പറഞ്ഞ് കള്ളത്തരം പറയുന്നവർക്ക് പോലും ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്, ലക്ഷങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ മന്ത്രം പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ട 1000 പേരാണ് കാണുന്നത്. അതിലാണെങ്കിൽ കമൻറ്റ് വളരെ കുറവാണ്, സപ്പോർട്ട് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എഫക്റ്റ് ചെയ്യുന്ന കാര്യത്തിന് സപ്പോർട്ടില്ല, എഫക്റ്റ് ഇല്ലാത്ത കാര്യത്തിന് സപ്പോർട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ലോകം. മനസ്സിലാക്കുക. വിവരമുള്ളവരെ അല്ല, വിഡ്ഢികളെയാണ് ലോകം അംഗീകരിക്കുന്നത് എന്ന് തുറന്ന് പറയുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ അവസാനിപ്പിക്കുമ്പോൾ, നിങ്ങളുടെ പങ്കാളി നിങ്ങളെ സത്യമായിട്ടാണ് സ്നേഹിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ സ്നേഹം സത്യമാണെങ്കിൽ, നിങ്ങൾക്ക് അർഹതയുള്ള പ്രണയമാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇവിടുത്തെ ഈ ചെറിയ റീഡിങ് അവസാനിപ്പിക്കുക.